തിരുവനന്തപുരം വാമനപുരത്തെ 1 വയസ്സുള്ള കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന നിഗമനം. കുട്ടിയുടെ മാതാവ് അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അശ്വതിയെ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യും. കട്ടിലിൽ അനക്കമില്ലാതെ കിടന്ന കുട്ടിയെ മുത്തശ്ശിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കൊലപാതകമെന്നാണ് നിഗമനമെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അന്വേഷണം നടന്നതിന് ശേഷം വിവരങ്ങൾ പറയാം. അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി അന്വേഷണത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയാം. ഉച്ചയ്ക്ക് മകൾ കുട്ടിയെ കുളിപ്പിച്ച് ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നുവെന്ന് അശ്വതിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും പിതാവ് വേണു പറഞ്ഞു. അല്ല, അവള് വന്ന് തൊഴിലുറപ്പിന് പോയിട്ട് വന്ന് കൊച്ചിനെ എടുക്കുമ്പോഴാണ് കണ്ടറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ ബഹളം കാട്ടതൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കൊച്ചിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണമല്ലോ. അപ്പോൾ കൊച്ചു തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയല്ലേ. അപ്പോൾ PSC പരീക്ഷ കൂടെ വന്ന് നിന്ന് പരീക്ഷ എഴുതി വീട്ടിൽ അങ്ങ് തിരിച്ചു പോകും. ഇന്ന് ഞാൻ പരീക്ഷ ഇടാമെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ പരീക്ഷയൊന്നുമില്ല, വെറുതെ വന്നു. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരുപാട് ക്ഷീണം, ഭയങ്കര ക്ഷീണം, ഉണങ്ങി ഒരു എന്തരാണ് നമുക്ക് അറിയാൻ പറ്റില്ല. എന്ത് മാനസിക അമ്മയ്ക്ക് മാനസിക എനിക്കറിയില്ല. അശ്വിൻ ഡിയേഗോ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ്. കുഞ്ഞിന്റെ കൊന്നത് അമ്മ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്? ഈ അമ്മയ്ക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള സംശയമുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? എന്താണ് കുടുംബം പറയുന്നത്? 1 വയസ്സുകാരിയുടെ മരണം അത് കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കുട്ടിയുടെ അമ്മ അശ്വതി തന്നെയാണ് 1 വയസ്സുകാരിയെ കഴുത്തു നെരിച്ച് കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. വെഞ്ഞാറമൂട് പോലീസ് നിലവിൽ ഇപ്പോൾ അശ്വതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. 3 ദിവസം മുമ്പാണ് ഈ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഭർത്തഗൃഹത്തിലായിരുന്നു. മൂത്ത മകളെ ഭർത്താവിന്റെ വീട്ടിലാക്കിയ ശേഷമാണ് PSC പരീക്ഷയുണ്ട് എന്ന കാരണത്താൽ ഈ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് സംഭവം നടന്നിട്ടുള്ളത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ 1 വയസ്സുകാരിയെ അനക്കമില്ലാത്തതിനെ തുടർന്ന് മുത്തശ്ശി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. മുത്തശ്ശി തൊഴിലുറപ്പ് ജോലികൾ ചെയ്ത ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് ഈ കുട്ടി കട്ടിലിൽ കിടക്കുന്നതായി കാണുന്നത്. പക്ഷേ ആദ്യമൊക്കെ കുട്ടി ഉറങ്ങുകയാണ് എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് ഈ മുത്തശ്ശി വിളിച്ചിട്ടും ഈ കുട്ടി ഉറക്കമെഴുന്നേറ്റില്ല. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഡോക്ടർമാർ പരിശോധന നടത്തി പറഞ്ഞത് കുട്ടിയെ മരണപ്പെട്ട ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. തുടർന്ന് മുത്തശ്ശി തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചതും പോലീസ് എത്തി പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ എന്തായാലും അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അശ്വതിക്ക് നേരത്തെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് ഈ ഭർത്തഗൃഹത്തിൽ വെച്ച് അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ജോലിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമായി ഈ കുട്ടി കണ്ടിരുന്നു എന്നുള്ളതാണ്. വീട്ടുകാരടക്കം ജോലിയില്ലായ്മയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ കാണിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകം എന്നുള്ള കാര്യത്തിലടക്കം ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹം വീട്ടുകാർക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും ഈ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള നിഗമനത്തിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഉള്ളത്. ഈ അശ്വതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയും ചെയ്യുകയാണ്. ആര്യ, അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. അമ്മ അശ്വതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്.